എല്ലാവർക്കും നമസ്കാരം. സുരേഷ് പുളിക്കലാണ്. കണ്ണമ്പ്ര വാർത്തകൾക്ക് വേണ്ടി ഇന്ന് നിങ്ങളോടൊപ്പം യൂട്യൂബിൻ്റെ ലൈവിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നിപ്പോൾ ഞാനുള്ളത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 സുന്ദരമായ ഗ്രാമങ്ങൾ ഈ വിനോദസഞ്ചാര വകുപ്പ് കണ്ടെത്തിയതിൽ ഇന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ ഏക ഗ്രാമം കൊല്ലങ്കോടാണ്. കൊല്ലങ്കോടിൻ്റെ ഭംഗിയെപ്പറ്റി പറഞ്ഞറിയിക്കേണ്ടതല്ല, അത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇന്ത്യയിലെന്നല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും ഒരുപക്ഷെ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള വശ്യമായ ഭംഗി നിറഞ്ഞു തുളുമ്പുന്ന ഗ്രാമീണതയും ഒക്കെ നിറഞ്ഞു തുളുമ്പുന്ന ഒരു പ്രദേശമാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോടിനടുത്ത് വടവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സിദ്ധാർത്ഥ റിസോർട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ മൊബൈൽ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ അഥവാ മൊബൈൽ കച്ചവടക്കാരുടെ പാലക്കാട് ജില്ലയിലെ കൂട്ടായ്മ, അവരുടെ കഴിഞ്ഞ 3 വർഷങ്ങളായി നടന്നു വരുന്ന ഒരു സബര്യ. എല്ലാ വർഷവും ഓണത്തിനോടനുബന്ധിച്ച് അവരുടെ കസ്റ്റമേഴ്സിന് സമ്മാന പെരുമഴ എന്ന പേരിലൊരു ലക്കി ഡ്രോ കൂപ്പൺ നടക്കുന്നൊരു പരിപാടിയുണ്ട്. കഴിഞ്ഞ 2 വർഷവും നമ്മൾ ഈ കണ്ണമ്പ്ര വാർത്തകളതിൻ്റെ തത്സമയ സംപ്രേഷണം നടത്തിയിരുന്നു. എൻ്റെ നറുക്കെടുപ്പിൻ്റെ ഇന്ന് 3ാമത്തെ വർഷത്തെ സമ്മാന പെരുമഴയുടെ നറുക്കെടുപ്പിൻ്റെ തത്സമയ സംപ്രേഷണമാണ് ഇതിന് ശേഷം ഈ ചാനലിൽ നടക്കാൻ പോകുന്ന ലൈവിൽ വരുന്നത്. അതിനോടൊപ്പം തന്നെ കുടുംബസംഗമവും അവരുടെ കുട്ടികളുടെ കലാമേളയും അതുപോലെ തന്നെ ടീം വടക്കൻസ് പാലക്കാടിൻ്റെ കലാവിരുന്നും ഒക്കെയായി അതിഗംഭീരമായൊരു വിഷ്വൽ ട്രീറ്റാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കണ്ണമ്പ്ര വാർത്തകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. സിദ്ധാർത്ഥ റിസോർട്ടിൻ്റെ ഭംഗിയെപ്പറ്റി പറയാതെ വയ്യ. കാരണം ചുറ്റും നെൽവയലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാടത്തിന് നടുക്ക് പഴയ ഗ്രാമീണ ഭംഗി ഒട്ടും ചോരാതെ എല്ലാ പുതിയ സൗകര്യങ്ങളോടും കൂടി ഒരുക്കിയ സിദ്ധാർത്ഥ റിസോർട്ടിലാണ് ഇന്നത്തെ ഈ പരിപാടി എന്ന് തന്നെയാണ് ഈ പരിപാടി ഏറ്റവും വലിയ മികവായി ഞാൻ കാണിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇതിൻ്റെ ആംബിയൻസും അതുപോലെ തന്നെ ഇതിൻ്റെ നടത്തിപ്പുപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മൊബൈൽ റിറ്റെയിലേഴ്സിൻ്റെ സംഘടനയുടെ ചരിത്രവും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തകരുടെ ഇപ്പോഴത്തെ ഒരു ആവേശവും സമ്മാന പെരുമഴയും സമ്മാനങ്ങളുമൊക്കെയായി കാഴ്ചകളുടെ വസന്തമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കണ്ണമ്പ്ര വാർത്തകൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഈ ചാനൽ തുടരുക, ഈ കാഴ്ചകളിൽ തുടരുക. ഇന്ന് വൈകുവോളം ഏതാണ്ട് 9 മണിയോളം തുടരുന്ന കണ്ണമ്പ്ര വാർത്തകളുടെ ഈ ചാനലിൽ തുടരുന്ന മൊബൈൽ റിറ്റെയിലേഴ്സിൻ്റെ ഈ ആഘോഷവേളയിലേക്ക് എല്ലാവരെയും ഹാർദവമായി ഒരു കൂടി സ്വാഗതം ചെയ്യാണ്. കാഴ്ചകളിലേക്ക് സത്യത്തിൽ ഈ ഒരു മൊബൈൽ റിറ്റെയിലേഴ്സ് അസോസിയേഷൻ എന്നുള്ള ഈ സംഘടന രൂപീകരിക്കപ്പെട്ട സാഹചര്യം പറഞ്ഞാൽ ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. മുൻപൊക്കെ ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മൊബൈൽ കച്ചവടക്കാരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് മൊബൈൽ കച്ചവട രംഗത്തുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ DSC ആയിരുന്ന അയാൾ രൂപീകരിച്ചൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനകത്ത് കോമൺ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയും അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് അതിനകത്ത് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ആ ഒരു കൂട്ടായ്മയാണ് പിന്നീട് ഈ മൊബൈൽ റിറ്റെയിലേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയിലേക്കും ഇന്ന് കാണുന്ന ഈ രൂപത്തിലേക്കൊക്കെ എത്തിപ്പെട്ടത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ സംഘടനയെ നയിക്കുന്ന സംസ്ഥാന പ്രസിഡന്റും കൊല്ലങ്കോട് യൂണിറ്റിൻ്റെ പ്രസിഡന്റും ഒക്കെയായ നമ്മുടെ കൊല്ലങ്കോട് വ്യാപാര മേഖല സജീവ സാന്നിധ്യമായ സെക്രട്ടറിയാണ്. സംസ്ഥാന പ്രസിഡന്റ്, സ്വാഗതം. എങ്ങനെയാണ് ഈ മൊബൈൽ റിറ്റെയിലേഴ്സ് അസോസിയേഷൻ്റെ ഒരു പ്രവർത്തന രീതികൾ? നമ്മൾ മൊബൈൽ വ്യാപാരികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മൊബൈൽ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ. അത് കച്ചവടക്കാരുടെ ഇടയിൽ മാത്രമല്ലാതെ ജനകീയമാക്കാനുള്ള പരിപാടികളാണ് ഇതുവരെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നിലവിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ സമ്മാന പെരുമഴ പോനോളം. നമ്മൾ ഏകദേശം 2022 മുതൽ ഈ സമ്മാന പെരുമഴ എന്നുള്ള പരിപാടി നമ്മൾ ആവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇഷ്ടംപോലെ അധികം ആൾക്കാർ ഇതിലെ ഗുണഭോക്താക്കളായി സന്തോഷവാന്മാരായിട്ട് നിലവിലുണ്ട്. അത് തന്നെയാണ് ഈ വർഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഈ സമ്മാന പെരുമഴ എന്ന് പറയുന്നത് ഒരു കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും ഇടയിലൊരു പാലമായി നിന്നുകൊണ്ട് ഓണത്തിന് നമ്മുടെ കച്ചവടം കൂട്ടുന്നതിനും കച്ചവടക്കാർ വാങ്ങുന്ന ആളുകൾക്കൊരു സന്തോഷം കൂടി ആവട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഒപ്പം തന്നെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒന്ന് രണ്ട് പരിപാടി നമ്മൾ ഈ നമ്മുടെ കോവിഡ് കാലത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ MLA ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആ ഒരു പദ്ധതിയെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതായത് അന്ന് അവരും പഠിക്കട്ടെ എന്നുള്ളൊരു പദ്ധതിയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വാങ്ങിക്കാൻ സാഹചര്യമില്ലാത്ത സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനോഭാവത്തോടുകൂടി നമ്മൾ ആവുന്നത്രയും ആൾക്കാർക്ക് ഈ പാവപ്പെട്ടവർക്ക് നമ്മൾ ഫോണും മറ്റും സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ സംഘടനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അതായത് മൊബൈൽ രംഗത്തുള്ള കച്ചവടക്കാരുടെ കൂട്ടായ്മ അന്നത്തെ കോവിഡിൻ്റെ ഒരു അതിഭീകരമായ സാഹചര്യത്തിൽ പഠിക്കാൻ ഫോണില്ലാത്ത കാരണം ഓൺലൈൻ ക്ലാസ്സുകൾക്ക് പഠന അവസരമില്ലാതിരുന്ന കുട്ടികളെ കണ്ടെത്തി 2 താലൂക്കുകളിൽ ആലത്തൂരിലെയും ചിറ്റൂരിലെയും താലൂക്കിലെ സ്കൂളുകളിൽ കണ്ടെത്തി. ആ സ്കൂളുകളിൽ അധ്യാപകർ നിർദ്ദേശാനുസരണം MLA ഉൾപ്പെടെ ഒരു പാനൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ആ കുട്ടികൾ പാവപ്പെട്ട കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ സൗജന്യമായി നൽകിയത്. പുതിയതായിരുന്നില്ലെങ്കിൽ പോലും അവർക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഫോണുകൾ തന്നെയായിരുന്നു. ഇന്നും പല കുട്ടികളത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായ വലിയ പദ്ധതികൾ, ചെറിയ സംഘടന എന്നല്ല വലിയ പദ്ധതികൾ നടപ്പിലാക്കിയ മൊബൈൽ കച്ചവടക്കാരുടെ സംഘടനയുടെ സമ്മാന പെരുമഴയുടെ 3ാമത്തെ സീസണാണ് ഇന്നിവിടെ ഈ വേദിയിൽ അരങ്ങേറുന്നത്. കാഴ്ചകൾ തുടരും. സെക്യൂരിറ്റി സമ്മാന പെരുമഴയായിട്ട് എന്താ പറയാനുള്ളത്? തീർത്തും ജനകീയമാക്കാനുള്ളൊരു ഉദ്ദേശത്തോടുകൂട്ടാണ് നമ്മൾ ഈ സമ്മാന പെരുമഴ തുടങ്ങിയിട്ടുള്ളത്. തുടർന്നും അത് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തൊക്കെയാണ് പരിപാടി? ഇന്ന് ചെറിയൊരു ഓർക്കസ്ട്ര ഉണ്ട്, ഗാനമേള, കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റിനുള്ളൊരു പ്രോഗ്രാം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ സംഘടനയെക്കുറിച്ചുള്ള ചെറിയ ഇൻട്രോ, അതുകൂടാതെ തന്നെ ഒട്ടനവധി സമ്മാനങ്ങൾ, വന്നിട്ടുള്ള എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ തീരുമാനം. എന്തായാലും കാണാൻ പോകുന്ന കാഴ്ചകൾ ഇവിടെ കഴിയുന്നില്ല. ഇനിയും കാഴ്ചകൾ MRAയുടെ സമ്മാന പെരുമയുടെ കാഴ്ചകൾ പുറകെ വരുന്നുണ്ട്. നറുക്കെടുപ്പിലേക്കും തുടർന്നുള്ള കാഴ്ചകളിലേക്കും. നമ്മൾ ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ്റെ ഈ സംഘടന ഇതിങ്ങനെ വിവിധങ്ങളായ ആംഗിളുകളിലാണ് ഇതിൻ്റെ കാഴ്ചകളെ കണ്ടുകൊണ്ട് പോകുന്നത്. ഇത് തുടങ്ങിയ സമയത്ത് വളരെ ചെറിയ രീതിയിലായിരുന്നു തുടങ്ങിയതെങ്കിലും ഞാൻ പറഞ്ഞു വളരെ വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ട് ഈ സംഘടനയുടെ ഒരു ചരിത്രം തന്നെ സമ്പുഷ്ടമായിരുന്നു. ഈ കുട്ടികൾക്ക് അവരും പഠിക്കട്ടെ എന്ന് പറയുന്ന കുട്ടികൾക്ക് സൗജന്യമായി ഫോൺ കൊടുക്കുന്ന പരിപാടി ഉൾപ്പെടെ സംഘടനകൾ നടത്തിപ്പോയിരുന്നു. ഒപ്പം തന്നെ ഈ മൊബൈൽ ഫോണിൻ്റെയും മൊബൈലിൻ്റെ ഒരു ചരിത്രമൊക്കെ പരിശോധിച്ച് പോകുന്നൊരു യാത്ര കൂടി കഴിഞ്ഞ തവണ നമ്മൾ നടത്തിയിരുന്നു. ഇത്തവണ എന്ന് വ്യത്യസ്തമായി ഈ മൊബൈൽ രംഗത്ത് സജീവ സാന്നിധ്യമായി ഈ മൊബൈൽ കച്ചവടക്കാരുടെ കൂട്ടാളികളായി അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ബാക്ക് ബോണായി നിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൂടി ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയാണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ടുള്ള MID ഡിസ്ട്രിബ്യൂട്ടർ ശ്രീ കൃഷ്ണരാജ് സാറ്, സുരേഷ് സാറ്, സാംസങ്ങിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ശ്രീ സുരേഷ് സാറ് ഒക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു മൊബൈൽ കച്ചവടം ഇതിൻ്റെ ഈ മൊബൈൽ കണ്ടുപിടിച്ച ആൾ തന്നെ പറഞ്ഞത് ഇതിങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് പണ്ട് പറഞ്ഞത് എവിടെ പറഞ്ഞ് വായിച്ച് കേട്ട ഒരു അറിവുണ്ട്. ഇതിൻ്റെ ഒരു സാധ്യത, ഇത്രയും വലിയ സാധ്യത ഉണ്ടെന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്? ഇതിൻ്റെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ ഒരു അവയവം കഴിഞ്ഞാൽ പിന്നെ ശരീരത്തോട് ഏറ്റവും കൂടുതൽ തൊട്ട് കിടക്കണത് മൊബൈലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഒരു അവയവം മിസ്സാവുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചിലപ്പോൾ മൊബൈൽ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുന്ന സമയത്ത്. നമ്മൾ പലപ്പോഴും അത് ഫീൽ ചെയ്യാറുണ്ട്. മൊബൈൽ ഒരു സമയത്ത് നമുക്ക് സ്വിച്ച് ഓഫ് ആവുമ്പോഴോ അതല്ലെങ്കിൽ കവറേജ് ഇല്ലാണ്ട് വരുമ്പോഴോ
ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബിസിനസ്സിൻ്റെ സ്കോപ്പല്ല നമ്മൾ ചോദിച്ചത്. ആ ഒരു ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ ടെക്നോളജി ഇനിയൊരു ടേണിങ് വരുന്നിടത്തോളം സമയം ഇതിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വളരെ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും വലുതായിരിക്കുമല്ലോ. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്കും അതിനകത്തൊരു എല്ലാത്തിനകത്തും ഒരു എന്താ പറയുക സസ്റ്റൈനബിലിറ്റി ആണല്ലോ ബിസിനസ്സിൽ പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ബന്ധപ്പെടുത്തി കിടക്കുന്ന ആൾക്കാർക്ക് ആ ഒരു എന്താ പറയുക ഫ്യൂച്ചർ ഉണ്ടായിരിക്കും. അതിനകത്ത് തർക്കമൊന്നുമില്ല. സന്തോഷം. ഇതിൽ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ മൊബൈൽ ഫോണിനെ തന്നെയാണ് ശരിക്കും നമ്മൾ ആളുകളെ പോലെ ഐഡൻറ്റിഫൈ ചെയ്യാറ്. പണ്ട് നമ്മൾ 2Gയിലായിരുന്നു, അത് കഴിഞ്ഞ് 3Gയിലേക്ക് വന്നു, 4Gയിലേക്ക് വന്നു, ഇപ്പോൾ ഇന്ത്യയിലാണ് 5G ഏതാണ്ട് ലോഞ്ചിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 6ഉം 7ഉം 8ഉം ഒക്കെ ഒരുപക്ഷെ നാളെ വന്നുകൂടായില്ല. ഈ ഒരു മാറ്റം നേരിൽ കണ്ട ആളുകളാണ് നിങ്ങളൊക്കെ അല്ലേ? ചെറിയ നോക്കിയ 1100 ഫോണിൽ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു ഫോൺ എന്ന് പറഞ്ഞൊരു ചെറിയൊരു എക്യുപ്മെൻറ്റിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ ഈ വലിയ ഒരു ഫോണിലേക്ക്, അല്ലെങ്കിൽ ഫോണെന്ന് പറഞ്ഞ ഒരു ലോകത്തിലേക്ക് വളർത്തിയതാണ്. ഈ ഒരു മാറ്റത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ച ഒരാളാണല്ലോ. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീൽ? വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചോദിച്ചത്. മൊബൈൽ ആദ്യം 1100 നോക്കിയായും വലിയ വെയിറ്റുള്ളൊരു സാധനം ഞങ്ങൾ കളിയാക്കാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇത് കുറേ പേര് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എറിഞ്ഞാൽ പട്ടി ചത്തുവോ എന്ന് പറയുന്ന അത്രയും വെയിറ്റുള്ളൊരു മൊബൈലിൽ നിന്ന് ഇന്ന് മൊബൈൽ വന്നതിന് ശേഷം പറ്റിയിട്ടുള്ള ഏറ്റവും എന്താ പറയുക, എല്ലാവരും ഫീൽ ചെയ്യുന്ന ഏറ്റവും വലിയ മാറ്റം, നമുക്ക് വാൾ ക്ലോക്ക് വേണ്ട, റേഡിയോ വേണ്ട, ക്യാമറ വേണ്ട, പറയാൻ നിങ്ങളെടുക്കുന്ന ഈ വീഡിയോ പോലും വേണ്ട, ഇതൊന്നും വേണ്ട. ഇതെല്ലാം കൈക്കുള്ളിൽ ഒതുങ്ങി ഒരു ചെറിയൊരു യൂണിറ്റായി മാറി മൊബൈൽ ഇൻഡസ്ട്രി. അതിൽ തന്നെ എവറി മന്ത് പുതിയ അത് തന്നെ പുതിയ രൂപങ്ങളിൽ വരികയാണ്. ഇന്ന് നിങ്ങളീ പറഞ്ഞ 3G 4G 5G കഴിഞ്ഞാൽ അടുത്ത എന്ത് G ആണെന്ന് എല്ലാ ജിയും കാത്തിരിക്കുകയാണ്. എല്ലാവരെയും ഒരു G ഇട്ട് വിളിക്കുന്ന പോലെ അങ്ങനെ മൊബൈൽ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട്, ഞാൻ ഇന്നൊരു മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ അടുത്ത പുതിയത് വരുമ്പോൾ എൻ്റെത് ഒബ്സൊലീറ്റായി എനിക്ക് തന്നെ തോന്നി തുടങ്ങുകയാണ്. അത്രയ്ക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളെല്ലാം ബാധിച്ചു കഴിഞ്ഞു. നമുക്കിതില്ലെങ്കിൽ പറ്റില്ല. അഡിക്ഷൻ എന്ന് ഞാൻ പറയില്ല, വി ആർ ഓൾ അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ ഇങ്ങനെ ഓരോ ദിവസവും നമ്മളിത് മനസ്സിലാക്കി വരുമ്പോൾ വി ആർ ബിക്കമിങ് മോർ ഇൻ ടു ദാറ്റ്. മൊബൈലിലേക്ക് നമ്മളെല്ലാം ഇറങ്ങിച്ചില്ലാണ്. കാലത്ത് കരാഗ്രേ വസനേദേവി പറയുന്നതിന് മുമ്പ് തന്നെ മൊബൈലെടുത്ത് SMS വന്നോ വാട്സാപ്പ് വന്നോ നോക്കുന്ന കാലമായി മാറിയതുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രി സസ്റ്റൈനബിൾ തന്നെ ആയിരിക്കും. സയൻസ് എപ്പോഴും നിന്നു പോകുന്നില്ല. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നിങ്ങനെ സയൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോർ സോ ഫോർ ദിസ് ഇൻഡസ്ട്രി ഓൾസോ. പല ഇൻഡസ്ട്രികളും നേരത്തെ ഒബ്സൊലീറ്റ് ആയെന്ന് പറയുന്ന ഇൻഡസ്ട്രികളും തിരിച്ചു വരും. പക്ഷേ ഈ മൊബൈൽ ഇൻഡസ്ട്രി പല ഇൻഡസ്ട്രികൾ ഉള്ളിൽ ഒതുക്കുന്ന ഒരു ചെറിയ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ചെറിയൊരു ഡിവൈസ് ഈ മൊബൈലാണ്. പല ഇൻഡസ്ട്രികൾ ഇതിനകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ, ഫോട്ടോഗ്രാഫി ആണെങ്കിൽ ഫോട്ടോഗ്രാഫി, നമ്മുടെ റേഡിയോ, സിറോക്സ് എല്ലാം നിന്നുപോയില്ലേ, അതെല്ലാം ഈ മൊബൈലിൽ വന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. പെട്രോളിയം പ്രോഡക്ട്സിന് സാധ്യത ഉള്ളതുപോലെ തന്നെ മൊബൈലിൻ്റെയും ഇൻഡസ്ട്രിയുടെയും സാധ്യതകൾ വളരെ വളരെ വലുതാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, എവറി 3 years നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന പറയാറ്. ഒരു ഇൻഡസ്ട്രി എവറി 3 year ഇറ്റ് ടേക്സ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ് പറയുക. ലീപ്പ് നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 years ആയിരിക്കും ഒരു ഇൻഡസ്ട്രിയുടെ നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. നെക്സ്റ്റ് 3 yearsലായിരിക്കും വരിക എന്നാണ് പറയുക. ബട്ട് ഇപ്പോൾ മൊബൈലിൻ്റെയും അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതിന് ശേഷമുള്ള ChatGPT പോലെയുള്ള സാധനങ്ങൾ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു എവറി 3 months ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമോ എന്നുള്ള ഒരു ചുരുങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രി ഇത്രയും വലുതാകുന്നതും ഇത്രയും ഡെവലപ്പ് കൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ് രംഗവും അതേപോലെ തന്നെ ഫ്ലറിഷ് ആവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ എല്ലാം ഡിജിറ്റലി ആയിക്കഴിഞ്ഞു, ഇൻക്ലൂഡിങ് നമ്മൾ മനുഷ്യൻ പോലും ഡിജിറ്റലായി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പോലും പണ്ടത്തെ പോലെ ഒന്നിനും എവിടെയും പേപ്പർ വർക്കുകളൊന്നുമില്ല, എല്ലാം ഡിജിറ്റലാണ്. ജസ്റ്റ് ഒന്നുമില്ല ഐ സ്കാൻ ചെയ്യുന്നു അല്ലെങ്കിൽ വിരൽ സ്കാൻ ചെയ്യുന്നു, അങ്ങനെ എല്ലാം ഡിജിറ്റലായിപ്പോയി.
അതിൽ ഈ മൊബൈൽ ഫോണിനൊരു വലിയ പ്രാധാന്യം പങ്കുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ചും എസ്പെഷ്യലി എല്ലാം ഡോക്യുമെൻറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ എല്ലാം മൊബൈലിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. ഇതിൻ്റെ ഈ ഒരു ഇപ്പോൾ ഒരു നിങ്ങളൊക്കെ ഇപ്പോൾ നമ്മളുടെ ഒരു ഞാൻ എന്ന് പറയില്ല, ഒരു ഏജ് എന്ന് പറയുകയാണെങ്കിൽ ഈ റേഡിയോയിൽ തുടങ്ങി നമ്മൾ കമ്പ്യൂട്ടറിലെത്തി നിൽക്കുന്ന ഒരു ജനറേഷനാണ് നമ്മളൊക്കെ. എന്നുവെച്ചാൽ ഒരു 70s 80s എന്ന് പറയുന്ന ആളുകൾക്കാണ് അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതിന് മുമ്പുള്ളവർക്കോ ഇപ്പോഴുള്ളവർക്കോ ഇതൊന്നും പറഞ്ഞാൽ പക്ഷേ വിശ്വസിച്ചോളണമെന്നോ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ആ ഒരു മാറ്റം ലൈഫിൽ എസ്പെഷ്യലി പേഴ്സണലി നിങ്ങളത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് ഇത്രയും ഈ ഒരു ബിസിനസ്സിനൊപ്പം കൊണ്ടുപോകുമ്പോൾ തന്നെ പലർക്കും അതിനൊപ്പം ഓടിയെത്താൻ പറ്റാതെ പലരും പുറകിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ സാർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്ന ഒരാളാണെന്നുള്ളത്. ഈ ഒരു അപ്ഗ്രേഡേഷൻ എങ്ങനെയായിരുന്നു അതിൻ്റെ? ഈ ഒരു അപ്ഗ്രഡേഷനെ വളരെ ലളിതമായിട്ട് പറയണമെങ്കിൽ പണ്ട് ഇതിൻ്റെ ഒരു അനുഭവം കേട്ടോ. പണ്ട് നമുക്ക് ഒരു UPSC എക്സാം എഴുതാൻ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ തയ്യാറാവണമെങ്കിൽ അയാൾ എവിടെയെങ്കിലും ക്ലാസ്സിന് പോകണം, വീട്ടിൽ എവിടെ എന്തെങ്കിലും അപ്പുറത്ത് എഴുത്ത വീട് അപ്പുറത്ത് നേരത്തെ പഠിച്ച ആൾ, സ്കൂൾ മാസ്റ്റർ, അങ്ങനെയുള്ള ഒരുപാട് പേരെ വിളിച്ച് അവരുടെ നിന്നൊക്കെ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അയാളൊരു പഠനം നടത്തി അതിനുശേഷം പുള്ളി എക്സാമിന് പ്രിപ്പയർ ആവണം. ഞാനിത് ഈ പറയുന്നതെല്ലാം നല്ല വശങ്ങൾ മാത്രമേ കേട്ടോ, ചീത്ത വശങ്ങൾ ഒരുപാടുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നേ ഇല്ല. ഇപ്പോൾ ഈ മൊബൈലിൻ്റെ അതിക്രമം എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. മൊബൈലിൻ്റെ ഈ എക്സോഡസ് വന്നതിന് ശേഷം ഇതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഒരു കുട്ടി പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, തെരുവിളക്കിലിരുന്ന് പഠിച്ച് വന്നു എന്നൊക്കെ കാമരാജിൻ്റെ കാലത്തൊക്കെ. ഇപ്പോൾ അതൊന്നും വേണ്ട, ഈ മൊബൈലിലിരുന്ന് ഇപ്പോൾ പഠിക്കാം. അപ്പോൾ ഒരു UPSC പ്രിപ്പയർ ചെയ്യുന്ന ഒരാളിനെ എനിക്ക് പേഴ്സണലി അറിയാം. അവർക്ക് ഞങ്ങളൊരു മൊബൈൽ ഫ്രീയും കൊടുത്താണ്. അത് പറയാൻ വേണ്ടിയിട്ടല്ല. അവർ ഇപ്പോൾ ഈ പഠനം നടത്തുന്നത് മൊത്തം ഇതിനകത്താണ്. എല്ലാ പേപ്പറുകളും എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിലാണ്. സോ ആ ഒരു ഡെവലപ്മെൻറ്റിനും ഇത് ഉപകരിക്കും. ഇനി ഇതിനുള്ള സംഭവങ്ങൾ അതിനേക്കാളും ഉപരി ഇപ്പോൾ വന്നിരിക്കുന്ന കഴിഞ്ഞ വർഷം മുതൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളും, അതിന് മുമ്പ് മുതലേ ഉണ്ട്, പക്ഷേ കഴിഞ്ഞ വർഷം മുതലാണ് എല്ലാ സ്മാർട്ട് ഫോണുകളും അംഗപരിമിതർക്കും ഉപയോഗിക്കാം, കാഴ്ച കുറവുള്ളവർക്കും വോയിസ് അസിസ്റ്റ് വെച്ചുകൊണ്ടുള്ള മൊബൈലുകളാണ് ഇപ്പോൾ എല്ലാം ഉള്ളത്. എല്ലാ സ്മാർട്ട് ഫോണുകളും കഴിഞ്ഞ വർഷത്തിന് മുമ്പിലത്തെ വർഷം, എനിക്ക് തോന്നുന്നു 2021 ഡിസംബർ മുതൽ ലോഞ്ച് ചെയ്ത എല്ലാ മൊബൈൽ മോഡൽസിനും വോയിസ് അസിസ്റ്റ് അടക്കമുണ്ട്. 15% മുതൽ 30% വരെ കാഴ്ച ഉള്ളവർക്ക് അവർക്ക് മൊബൈൽ ഉപയോഗിച്ച് സംസാരിക്കാനും നമ്പർ ഡയൽ ചെയ്യാനും അവർക്ക് ഇതനുസരിച്ച് പഠിക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഓഷൻ ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഈ മൊബൈൽ അല്ലെങ്കിൽ ഈ ചെറിയ ഡിവൈസ് നമ്മുടെ കയ്യിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള വശങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല വശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. എന്തുണ്ടെങ്കിലും 10ൽ 4 പാഴ് തന്നെയാണല്ലോ. ഈ 6 നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ 10 ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. ഒരൊറ്റ ചോദ്യം രാജേട്ടനോട്, ഈ മൊബൈലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചോദിക്കാൻ ആഗ്രഹിച്ചതും. പക്ഷേ ഈ ഒരു തുടങ്ങാം, സോഷ്യൽ മീഡിയ ഒരുപക്ഷെ ഇത്രയധികം ഒരു ഒരു കുതിച്ചുചാട്ടുണ്ടായത് ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ ഇത്രയും ഈ 4G 3G ഒക്കെ ആയതിനു ശേഷമാണ്. ഈ സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം തന്നെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ലൈവ് പോകുന്ന യൂട്യൂബ് ലൈവ് പോലും ഇതിലാണ് പോകുന്നത്, ഈ യൂട്യൂബിലാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിലോ ഇതൊക്കെ ചെയ്യാമെങ്കിൽ പോലും നമ്മൾ യൂട്യൂബിലാണ് ലൈവ് കൂടുതലും പോകുന്നത്, അതിനാണ് വ്യൂവേഴ്സും കൂടുതലുണ്ടാവുക. ഈ സോഷ്യൽ മീഡിയ കൂടി ഇത്രയും ഡെവലപ്പ് ആവേണ്ട ഒരു കാരണം ഈ മൊബൈൽ ഫോൺ തന്നെയാണ് അല്ലേ? അതിനൊരു അനുഭവം എന്താ? ഇതിനകത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ഡെവലപ്പായി എന്ന് പറയാൻ സത്യത്തിൽ ഈ ഒരു ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് കോവിഡിനോടാണെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ കൊറോണ സമയത്താണ് നമ്മൾ ശരിക്കും മൊബൈൽ ആ രീതിയിൽ മൊബൈൽ ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ അത്രയും എന്താ പറയുക അതിൻ്റെ അതിൻ്റെ ഏതൊക്കെ രീതി ഉപയോഗിക്കാൻ പറ്റിച്ച അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് നമ്മൾ ഈ കൊറോണ സമയത്താണ്. അതിൽ വന്നിട്ട് ഇപ്പോൾ വലിയൊരു ഘടകം വന്നു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കമ്പനി, ഞാൻ ഇപ്പോൾ കമ്പനിയുടെ പേര് പറയുന്നില്ല, ആ ഒരു കമ്പനി നെറ്റ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് ആൾക്കാരെ എത്തിച്ചു. ആ ആൾക്കാരെ എത്തിയോട് കൂടിയിട്ട് എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയയുടെ എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റ്സും ആൾക്കാർ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, യൂട്യൂബ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാർ ഉണ്ടാക്കുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ചിന്തിക്കുന്നതിൻ്റെ ഒക്കെ അപ്പുറത്താണ്.
അപ്പോൾ ഇതിനകത്ത് ചോദ്യം ഒന്നും കൂടെ എന്തായിരുന്നു മെയിനായിട്ട്? ആ ഇല്ല 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 ഇല്ല. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇൻ്റർനെറ്റ് സാർവത്രികമായതും അത് അഫോർഡബിൾ ആയതും അത് ആൾക്കാർക്ക് വളരെ ചീപ്പായിട്ട് വന്നതും ആണ് ശരിക്ക് മൊബൈലിനെ എക്സ്പെഷ്യലി സോഷ്യൽ മീഡിയേനെ ഇങ്ങനെ ആൾക്കാരായിട്ട് ഭയങ്കര കണക്റ്റഡ് ആക്കി. നമുക്ക് ഇനിയും സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് നറുക്കെടുപ്പിലേക്ക് കിടക്കാം. അടുത്ത വഴി നോക്കാം. കുന്നോണം 2024 നറുക്കെടുപ്പിൻ്റെ വേദിയിലാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യപരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമുക്കറിയാം ഈ കാലയളവിൽ നമ്മുടെ കഴിഞ്ഞ 2023 ശേഷം നമ്മൾ 2024 എത്തുമ്പോൾ നമ്മളൊരു കേരളം തന്നെ നടുങ്ങിപ്പോയൊരു ഇതായിരുന്നു വയനാട് ചൂരൽമലയിലുണ്ടായിരുന്ന ഉരുൾപൊട്ടൽ. അവിടെ മരണമടഞ്ഞവർക്ക് വേണ്ടിയുള്ള ഒരു മൗന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ചടങ്ങ് ആരംഭിക്കാം. 1 മിനിറ്റ് നമുക്ക് മൗന പ്രാർത്ഥന. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ സമ്മാന പെരുമയുടെ പൊന്നോണം 2024 എത്തുമ്പോൾ മുൻകാലങ്ങളെല്ലാം നമ്മുടെ MP MLA ഉള്ള ആളുകളാണ് നമ്മുടെ വേദിയിലെത്തുന്നത്. ഇപ്രാവശ്യം നമ്മുടെ തന്നെ ഏറ്റവും വലിയ സെലിബ്രിറ്റികളായിട്ടുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് നമ്മൾ ഇപ്രാവശ്യം ഈ 2024 വേദിയിൽ നമ്മുടെ ഗസ്റ്റുകളായി എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ നമ്മളെ സ്റ്റോക്ക് എന്നിട്ടായാലും അതുപോലെ നമ്മുടെ ആക്സറീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന നിരവധി ഹോൾസെയിൽ ടീമുകളുണ്ട്. അവരെല്ലാമാണ് നമ്മുടെ കച്ചവടത്തിൻ്റെ ഒരു പരിധി വരെയുള്ള നമ്മുടെ ഫിനാൻഷ്യലായാലും അല്ലെങ്കിൽ സ്റ്റോക്ക് വരുന്നതിനായാലും നമുക്ക് നല്ലൊരു സപ്പോർട്ട് വരുന്നു. അതുകൊണ്ട് നമ്മളുടെ ഈ കാലയളവിൽ ബിസിനസ്സിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരെല്ലാവരും എന്നാണ് നമുക്ക് എക്കാലത്തും സെലിബ്രിറ്റീസ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്. അതായത് ഞാൻ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ സമ്മാന പെരുമയുടെ ഈ വേദിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടില്ല നമ്മുടെ പ്രിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നമ്മുടെ സാംസങ്ങിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ നമ്മുടെ സുരേഷ് സാറ് ഈ വേദിയിലെത്തുന്നത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ MIയുടെ ഡിസ്ട്രിബ്യൂട്ടർ കൃഷ്ണരാജ്, അദ്ദേഹം ഏകദേശം നമ്മൾ പറഞ്ഞപ്പോൾ ഈ പ്രോഗ്രാമിന് 3 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിയ ആളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വേദിയിലുള്ള നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സക്കീറിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സംഘടനയുടെ ട്രഷറർ രാജേഷേട്ടനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിലുള്ള നമ്മുടെ ജില്ലാ സെക്രട്ടറി രാജേട്ടനെ ബീപ്സൽ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ട്രഷറായിട്ടുള്ള ഫവാസിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിൽ നിന്ന് എത്തിച്ചേരാം എന്ന് പറഞ്ഞിട്ട്, കാരണം നമ്മുടെ ഒരു 3 മണിക്കൂറോളം നീളുന്ന സെക്ഷനാണ്. അപ്പോൾ സമയങ്ങളിൽ എത്തിച്ചേരാം എന്ന് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതുപോലെ ഹോൾസെയിൽ ടീമുകളും പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ നമ്മുടെ ഓപ്പൺ ഡേയ്സ് ടീം, അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമായിട്ട് നമ്മുടെ പോസ്റ്റേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. റയോണിൻ്റെ സ്പെൻസർ ടീം, അതുപോലെ സെൽ പോയിൻ്റ്, പിന്നെ സ്കൈ, ആൻഡ്രോയിഡ്, ഫോർ യു, പിന്നെ വിനായക കോയമ്പത്തൂർ, മാ എൻ്റർപ്രൈസസ് കോയമ്പത്തൂർ. അതുപോലെ തന്നെ നമ്മളായിട്ട് നിരന്തരം നിരവധി കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. പേരെടുത്ത് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഈ വേദിയിലേക്ക് നമ്മൾ ഹാർദവമായി സ്വാഗതം ചെയ്യണം. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഓരോ യൂണിറ്റിൻ്റെയും പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, അതുപോലെ മറ്റ് ഭാരവാഹികൾ എല്ലാവരെയും, അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ സക്കീറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രത്യേകം ക്ഷണിതാക്കളായി എത്തിയിട്ടുള്ള സുരേഷ് സാർ, കൃഷ്ണ സാർ, മറ്റ് MRA കുടുംബാംഗങ്ങളെ, നമ്മൾ ഈ MRAയുടെ സമ്മാന പെരുമഴ പൊന്നോണം 2024 അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. നമ്മുടെ ഫോൺ കച്ചവടക്കാരുടെ കച്ചവട രംഗത്തുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിനും ഓരോ അംഗങ്ങളെയും ഒപ്പം കുടുംബാംഗങ്ങൾക്ക് സേവന സന്നദ്ധതയോടുകൂടിയുള്ള മനോഭാവത്തിൽ മുന്നോട്ട് പോകുന്ന സംഘടനയാണ് മൊബൈൽ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ. കഴിഞ്ഞ കൊറോണ ഉണ്ടായ പ്രതിസന്ധിയായാലും പ്രളയകാലത്തിലായാലും സംഘടനയുടെ കീഴിൽ മൊബൈൽ കച്ചവടക്കാരുടെ സേവന മനോഭാവം എന്നും ഒരു പടി മുൻപന്തിയിലായിരുന്നു എന്നത് സംഘടനയ്ക്ക് അഭിമാനകരമാണ്. കഴിഞ്ഞ 2022-23 തുടർന്ന് 2024 ഓണക്കാലയളവിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ വന്ന കസ്റ്റമേഴ്സിന് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ നൽകാൻ സാധിക്കുന്നത് എന്നതിനാൽ സമ്മാന പെരുമഴ എല്ലാ അംഗങ്ങളും ഏറ്റെടുത്തതിന് തെളിവാണ്. അതിൻ്റെ പരിസമാപരമായ നറുക്കെടുപ്പ് സമയത്തെ ഈ ആവേശവും ആൾക്കൂട്ടവും അത് കാണുമ്പോൾ സംഘടനയ്ക്കും എനിക്കും അഭിമാനകരമാണ്. അപ്പോൾ നമ്മളെ അവസാന ഘട്ടമായ നറുക്കെടുപ്പ് ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നറുക്കെടുപ്പ് സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി സുരേഷ് സാറിനെ ക്ഷണിച്ചോളൂ. നമ്മുടെ സമ്മാന പെരുമയുടെ 3 സെക്ഷനാണുള്ളത്. ഒന്ന് ചിറ്റൂർ സെക്ഷൻ, അതുപോലെ കൊല്ലങ്കോട് സെക്ഷൻ, ആലത്തൂർ സെക്ഷൻ. അതിൽ 3 ഒന്നാം സമ്മാനങ്ങളാണ്. ഒന്നാം സമ്മാനമായ നമ്മുടെ ഒന്നാം സമ്മാനമായ ചിറ്റൂർ സെക്ഷനിലെ ഫ്രിഡ്ജിന്റെ സമ്മാനമാണ്. അത് അനൗൺസ് ചെയ്യാനായിട്ട് അമൃത ആനന്ദ്, കണ്ണനൂർ അല്ല കണ്ണൂരോ, കടയുടെ പേരൊന്നും ബാക്കിലില്ല. 241 ബുക്കാണ്. കടയുടെ പേര് അതിൽ എഴുതിയിട്ടില്ല കേട്ടോ. ഓക്കെ, നമുക്ക് കൊല്ലങ്കോട് സെക്ഷനിലെ കൂപ്പൺ കൊല്ലങ്കോട് സെക്ഷനിലെ ഒന്നാം സമ്മാന വിജയി കൂപ്പൺ നമ്പർ 1001 റിനു. ഷോപ്പിന്റെ പേരില്ല, ഫോൺ നമ്പർ ഉണ്ട്. ഫോൺ നമ്പർ 7708447536. ആലത്തൂർ സെക്ഷനിലെ ഒന്നാം സമ്മാനമാണ് നമ്മുടെ സുരേഷ് സാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ലയം മൊബൈൽസ് കുഴൽമന്നം. കൂപ്പൺ നമ്പർ ഒന്ന് വായിക്കണേ. കൂപ്പൺ നമ്പർ ഒന്ന് വായിക്കണം. 26838. അടുത്ത രണ്ടാം സമ്മാനം
ഇടയ്ക്കായിട്ട് നമ്മുടെ MIയുടെ ഡിസ്ട്രിബ്യൂട്ടർ കൃഷ്ണരാജ സാറെ ശ്രമിച്ചുള്ളൂ. ചിറ്റൂർ സെക്ഷനിലെ രണ്ടാം LED TV ആണ് സമ്മാനം. എടുത്തോളൂ. രാമദാസ് കന്നിമാസി കന്നിമാരി കൂപ്പൺ നമ്പർ സിറ്റി മൊബൈൽസ് മെയിൻ റോഡ് വണ്ടിത്താവളം. സിറ്റി മൊബൈൽസ് വണ്ടിത്താവളത്തിലുള്ള രണ്ടാം സമ്മാനം LED TV കിട്ടിയിരിക്കുന്നത്. കൂപ്പൺ നമ്പർ 11031 11031 എന്നുള്ള കൂപ്പണാണ് രണ്ടാം സമ്മാനം. കൊല്ലങ്കോട് സെക്ഷനിലെ രണ്ടാം സമ്മാനമാണ്. രണ്ടാം സമ്മാനം LED TV. പഴനിമല ചേരമംഗലം പഴനിമല ചേരാമംഗലം. കൂപ്പൺ നമ്പർ വന്ന് 6113 എന്നുള്ള കൂപ്പൺ നമ്പറിനാണ്. സെൽസ് സ്പോട്ട് നെന്മാറ നമ്മുടെ ഷനോഫറിന്റെ ഷോപ്പാണ്. രണ്ടാം സമ്മാനം LED TV അടിച്ചിരിക്കുന്നത്. ആലത്തൂർ സെക്ഷനിലെ രണ്ടാം സമ്മാനം LED TV അതാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആലത്തൂർ സെക്ഷനിലെ തനു ആലത്തൂര് കൂപ്പൺ നമ്പർ വന്നിട്ട് 21288. ഷോപ്പിന്റെ നെയിം ഹൈടെക് ആലത്തൂർ. ഹൈടെക് ആലത്തൂർ എന്നുള്ള കസ്റ്റമേഴ്സാണ് ആലത്തൂർ സെക്ഷനിലെ രണ്ടാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. അടുത്ത് മൂന്നാം സമ്മാനം എടുക്കാനായിട്ട് നമ്മുടെ BSNL ഡിസ്ട്രിബ്യൂട്ടർ കാജ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കും. പക്ഷേ നിർഭാഗ്യത്തിനിടയ്ക്ക് വന്ന ഒരു മഴ ഒരല്പം തടസ്സപ്പെടുത്തിയെങ്കിൽ പോലും ഒട്ടും അതിൻ്റെ തനിമ ഒന്നും ചോരാതെ തന്നെ നമുക്ക് ആ പരിപാടി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ആ ഒരു എല്ലാവരോടും മൊബൈൽ റിറ്റെയിൽ സംഘടനയുടെ മുഴുവൻ ഭാരവാഹികളോടും അതിലെ പ്രവർത്തകരോടും എല്ലാവരോടും നമുക്ക് ഈ ഒരു അവസരം തന്നെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. വരുന്ന കാലങ്ങളിൽ ഇതുപോലുള്ള നിരവധിയായ പരിപാടികളുമായി നമ്മൾ ഇനിയും കണ്ണമ്പ്ര വാർത്തകളിൽ തുടരും, കാഴ്ചകളിൽ തുടരും. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ചൊവ്വാഴ്ച മുതൽ നമ്മൾ പുതുക്കോട് നവരാത്രിയുടെ കാഴ്ചകളുമായി ഇതേ ചാനലിൽ ലൈവ് ഉണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വരും ദിവസങ്ങളിൽ കാണുന്ന കാഴ്ചകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരോടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നവരാത്രി ഉത്സവത്തിലേക്ക്. ഒപ്പം ഇന്നത്തെ ഈ രാത്രിയിൽ നിങ്ങളോട് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം. സുരേഷ് പുളിക്കലാണ്, കണ്ണമ്പ്ര വാർത്തകൾക്ക് വേണ്ടി. ചിറ്റൂർ സെക്ഷനിലെ സമ്മാനമാണ് മൂന്നാം സമ്മാനം. സ്മാർട്ട് ഫോൺ. മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ ചിറ്റൂർ സെക്ഷനിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. BSNL ഡിസ്ട്രിബ്യൂട്ടർ കാജയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സുമിത്ര വടക്കേപ്പാടം. ഷോപ്പിന്റെ നെയിം കൂപ്പൺ നമ്പർ. ഷോപ്പ് കൂപ്പൺ നമ്പർ 15905. 15905. സുമിത്ര വടക്കേപ്പാടം 9495830028. അടുത്ത് കൊല്ലങ്കോട് സെക്ഷനിലെ മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ ആണ് കാജ എടുക്കുന്നത്. കാജ സാർ. അജിത മേലാർകോട്. ഷോപ്പ് നെയിം സെൽസ് സ്പോട്ട് നെന്മാറ. മൂന്നാം സമ്മാനമായിട്ടുള്ള സ്മാർട്ട് ഫോൺ കിട്ടിയിരിക്കുന്നത് സെൽസ് സ്പോട്ട് നെന്മാറാണ്. നമ്പർ 6059 എന്നുള്ള അജിത മേലാർകോട്. നമ്പർ 9061693788. ഓക്കെ. അടുത്ത് ആലത്തൂർ സെക്ഷനിലെ സമ്മാനമാണ് എടുക്കുന്നത്. ഷാജി നക്ഷത്ര വടക്കഞ്ചേരി. കൂപ്പൺ നമ്പർ 23165. മൊബൈൽ നമ്പർ 9544870444. ഷാജി നക്ഷത്ര.
ആലത്തൂർ സെക്ഷൻ. അടുത്ത 4ാം സമ്മാനമായിട്ടുള്ള സൈക്കിൾ എടുക്കാനായിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ ഉടമയായിട്ടുള്ള സുഭദ്രമയെ ക്ഷണിച്ചോളൂ. ചിറ്റൂർ സെക്ഷനിലെ 4ാം സമ്മാനം സൈക്കിളിലെയാണ് ഇപ്പോൾ നറുക്കെടുപ്പ് ചെയ്യുന്നത്. അഫ്സൽ പള്ളിത്തറ, കൂപ്പൺ നമ്പർ 13156. 13156 എന്നുള്ള കൂപ്പണിനാണ് സമ്മാനം അടിച്ചിരിക്കുന്നത്. അഫ്സൽ. മൊബൈൽ നമ്പർ 9895667134. കൊല്ലങ്കോട് സെക്ഷനിലെ 4ാം സമ്മാനം സൈക്കിളാണ് എടുക്കുന്നത്. ഫൈസൽ പോത്തമ്പാടം, കൂപ്പൺ നമ്പർ 3485. 3485 ഫൈസൽ പോത്തമ്പാടം. 9495356141. ആലത്തൂർ സെക്ഷനിലെ 4ാം സമ്മാനം സൈക്കിളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മൃദുൽ നൊച്ചുള്ളി, കൂപ്പൺ നമ്പർ 28974. ഫോൺ പീടിക കുഴൽമന്നം. ഫോൺ പീഡിയ കുഴൽമന്ദത്തിൽ നിന്നുള്ള കസ്റ്റമർക്കാണ് സമ്മാനം. കൂപ്പൺ നമ്പർ 28974. അടുത്ത 5ാം സമ്മാനം 3 പേർക്കുള്ള ഗ്രൈൻഡറാണ്. അതെടുക്കാനായിട്ട് നമ്മുടെ സുരേഷ് പുളിക്കൽ. 5ാം സമ്മാനമായ ഗ്രൈൻഡർ എടുക്കാനായിട്ട് സുരേഷ് പുളിക്കൽ. നമ്മുടെ മറ്റുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരെയും കൂടെ എത്തിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരിക. ചിറ്റൂർ സെക്ഷനിലെ 5ാം സമ്മാനം ഗ്രൈൻഡർ എടുക്കാനാണ് സുരേഷിയുടെ വന്നിട്ടുള്ളത്. അഞ്ചാം സമ്മാനം ഗ്രൈൻഡർ. 5ാം സമ്മാനം കിട്ടിയ കൂപ്പൺ നമ്പർ 10697. വിറ്റ കടയുടെ പേര് ലൈവില്ല. ഫ്രണ്ട് സീരിയസുണ്ട്. എന്താ അപ്ഡേറ്റഡ്? അപ്ഡേറ്റ് മൊബൈൽ ചിറ്റൂർ. ആളുടെ പേര് വ്യക്തമല്ല. മൊബൈൽ നമ്പർ ഉണ്ട് 8089 രതീഷ്. 20000. രതീഷ്. ഓക്കെ. ചിറ്റൂരിലത്തെ ഭാഗ്യവാനാണ്. അടുത്ത കൊല്ലങ്കോട് സെക്ഷനിൽ വന്നെടുക്കണം. ചിറ്റൂർ. കൊല്ലങ്കോട് സെക്ഷനിലുള്ള കൂപ്പൺ നമ്പർ ഗ്രൈൻഡർ സമ്മാനം 5ാമത്തെ പറഞ്ഞോളൂ. കൂപ്പൺ നമ്പർ 36619. കിട്ടിയ ആളുടെ പേര് ലജറ പ്രഭൻ, നെന്മാറ. 6372 57 61 50 എന്നാണ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ. വിറ്റ കടയുടെ പേര് ഷാ മൊബൈൽസ് നെന്മാറ. ആലത്തൂർ സെക്ഷനിലെ 5ാം സമ്മാനം ഗ്രൈൻഡറാണ് എടുക്കുന്നത്. ആലത്തൂർ സെക്ഷനിലെ സമ്മാനാർഹമായ കൂപ്പൺ നമ്പർ 28340. 28340. പേര് സജന, പെരിങ്ങോട്ട് കുരിശി. കസ്റ്റമർ മൊബൈൽ നമ്പർ 9037 63 64 93. വിറ്റ കടയുടെ പേര് CA മൊബൈൽസ് കോട്ടായി ജംഗ്ഷൻ. CA മൊബൈൽസ് കോട്ടായി എന്നുള്ള കസ്റ്റമർക്കാണ് 5ാം സമ്മാനം ഗ്രൈൻഡർ. ബാക്കി സമ്മാനങ്ങൾ നമ്മൾ നമ്മുടെ വിശിഷ്ടാതിഥികൾക്കുള്ള പ്രസംഗത്തിന് ശേഷം നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം.
ആശംസ അറിയിക്കാനായി സുരേഷ് സാറിനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് വെച്ചാൽ, ഇവരെയൊക്കെ എനിക്ക് പണ്ട് മുതലേ അറിയാം. പക്ഷേ ഇത്രയും ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, ഇതാണ് ഇങ്ങനൊരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയം. ഒരു ഫാമിലി ഒരു ബിസിനസ്സിൻ്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. വീട്ടിൽ ഫാമിലി ടേക്ക് കെയർ ചെയ്യാനുണ്ടെങ്കിൽ ഫ്രണ്ട് എൻഡിൽ ഫൈറ്റ് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് അത് കുറച്ചും കൂടി ഊർജ്ജമായിരിക്കും എന്നുള്ളത് അവർ നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് അറിയുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. എല്ലാ ബിസിനസ്സിലും ഉള്ളൊരു ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം സക്കീരൻ ഇപ്പം എന്നെ ഓർമ്മപ്പെടുത്തിയതാണ്. എന്താ വെച്ചാൽ, പണ്ടൊരിക്കൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോ ബിസിനസ് ചെയ്യുന്നു, നമ്മുടേതായിട്ടുള്ളൊരു ബ്രാൻഡോ ഇമേജോ നമ്മളായിട്ട് ഒരെണ്ണം ഉണ്ടാക്കണം. അപ്പോൾ സ്വാമി എന്തെങ്കിലും ഒരു ദിവസം തവിട് കച്ചവടം ചെയ്താലും എന്നെ അതിൻ്റെ കൂടെ കൂട്ടണമെന്ന് സക്കീരൻ ഒരു പ്രാവശ്യം പറഞ്ഞു. ഞാൻ വിചാരിച്ചു വെറുതെ തമാശയ്ക്കെന്ന് പറഞ്ഞാണ്. ഇപ്പം മനസ്സിലായി പുള്ളിയുടെ സിൻസിയാരിറ്റി ആയിരുന്നു ആ പറയുന്നതിന്. ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും വലിയൊരു ഏരിയയിൽ പുള്ളിയെ പോലെയുള്ള ആൾ, പുള്ളിയുടെ ഫാമിലി ഇവിടെ തന്നെ ഉണ്ട് എന്നറിയുമ്പോൾ, ഷാജിയുടെ അച്ഛനൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങളൊക്കെ ഇത്രയുള്ള മുതൽ ഇവരെയൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ തന്നെ ഈ നിങ്ങളുടെ എല്ലാവരുടെയും ബിസിനസ്സിൽ ഏറ്റവും വലിയൊരു വിജയമാണ്. ഇനിയും ഇത് മുന്നോട്ട് വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഇതിൻ്റെ കൂടെ ഞങ്ങളൊരു പാർട്ടാണെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കൂട്ടായ്മ. ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക് യു. താങ്ക് യു സുരേഷ് സാർ. അടുത്ത ആശംസ അറിയിക്കാനായി ശ്രീ കൃഷ്ണരാജ് സാറിനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. സുരേഷ് ഏട്ടൻ പറഞ്ഞതിൻ്റെ ബാലൻസ് ഞങ്ങൾ മിനിഞ്ഞാന്ന് ഷാജിയേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. ഇന്നലെ അതായത് ഈ ചെറിയ കച്ചവടക്കാർ, അത് നമ്മളടക്കമുള്ള കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പം അങ്ങനെയാണല്ലോ, എല്ലാവരും വലിയൊരു പ്രശ്നം, ഈ കച്ചവടക്കാരെ വലിയൊരു പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ മുന്നിലിരുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യത്തിനും, അത് ഫാമിലിയുടെ ഒരു കാര്യത്തിനും കിട്ടില്ല എന്ന് പറയും. അതായത് രാവിലെ 9:30 മണിക്കോ 9 മണിക്കോ ഇറങ്ങിപ്പോവും, രാത്രി 10 മണിക്കോ 11 മണിക്കോ കയറി വരും. ചില ആൾക്കാരൊക്കെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ആ ചിരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ വീട്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പല മൊബൈൽ ഷോപ്പുകളും അടവാണ്. മറ്റേത് നമ്മൾ ഞായറാഴ്ച എപ്പോഴെങ്കിൽ ഇത് കൂടെയൊക്കെ പോകുമ്പോൾ എല്ലാ ഷോപ്പും തുറപ്പായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഷോപ്പുകൾ മോസ്റ്റ്ലി 365 ഡേയ്സും വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ ഇന്ന് ഫാമിലീനെ കൂടെ കൂട്ടി ഈ ബിസിനസ്സിൻ്റെ ഇൻ ഔട്ട് പൾസ് ഫാമിലിക്ക് മനസ്സിലാവണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു കണക്ഷൻ ആ ബിസിനസ്സിൽ വരും, അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ബിസിനസ്സിന് സ്പ്രെഡാവും. അപ്പോൾ എന്താണെങ്കിലും ഈ ഫാമിലീനെ കൂട്ടിയിട്ടുള്ള ഈ ഗാദറിങ്ങിന് എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം ഇങ്ങനെയുള്ളൊരു പരിപാടി അറേഞ്ച് ചെയ്തതിന്. അടുത്ത ഇയറിൽ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം നടത്താൻ കഴിയുമാറാവട്ടെ. കൂട്ടത്തിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇതിൻ്റെ ഒരു പാർട്ടാക്കാൻ ഇവർ ശ്രമിച്ചു, അല്ലെങ്കിൽ നമ്മളായിട്ട് നിൽക്കണോ, നമ്മുടെ കൂടെ നിൽക്കണോ എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി, ആശംസകൾ. താങ്ക് യു. താങ്ക് യു കൃഷ്ണരാജ് സാർ. ആശംസകൾ അറിയിക്കുന്നതിനായി ശ്രീ കാജ സാറിനെ ക്ഷണിച്ചോളൂ.
ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചെയ്യുന്നത് BSNLന്റെ ചിറ്റൂരാലത്തൂർ താലൂക്കിൻ്റെ ഫ്രാഞ്ചൈസിയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, BSNL കുറച്ച് കോവിഡിന് ശേഷം കുറച്ച് സ്ലോയിലായിരുന്നു. ഇപ്പോൾ അത് പഴയ പ്രതാപത്തിലേക്ക് എത്തുന്നുണ്ട്. അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഇതും നിങ്ങൾ ആൾറെഡി ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള ഒരു വലിയൊരു സപ്പോർട്ട് ഇനിയിപ്പോൾ BSNL പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പോൾ നിങ്ങളുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ഖാജ സാർ. അടുത്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള മൊമെൻറ്റോ കൈമാറാനാണ്. അപ്പോൾ നമുക്കിവിടെ നിരവധി ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മളെ റെഡിയാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ ആദ്യം നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സാംസങ്ങിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ സുരേഷ് സാറിന് അദ്ദേഹത്തിന് സമ്മാന പരിപാടിയുടെ ഒരു മൊമെൻറ്റോയും അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് ആമ്പരും കൈമാറുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള സക്കീറണ്ണാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കുക. സമ്മാനം. അതുപോലെ തന്നെ നമ്മുടെ MIയുടെ ഡിസ്ട്രിബ്യൂട്ടറായ കൃഷ്ണൻ സാറിനെ മൊമെൻറ്റോ വാങ്ങിക്കാൻ അദ്ദേഹത്തിനുള്ള മൊമെന്റ് കൊടുക്കുന്ന നമ്മുടെ സക്കീറണ്ണാണ്. അതുപോലെ നമ്മുടെ ഖാജ ഹുസൈൻ BSNL ഡിസ്ട്രിബ്യൂട്ടറായ ഖാജ ഹുസൈൻ അവർക്ക് സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ സക്കീറാണെന്ന് ക്ഷണിച്ചോളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ നന്ദി പറയാനായിട്ട് നമ്മുടെ സുരേഷ് പുളിക്കിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സുരേഷ് പുളിക്കലാണ്. നല്ല ചൂടായ ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങളൊക്കെ വന്നത്. പ്രകൃതി തന്നെ നിങ്ങളെ വളരെ തണുപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഈ ഒരു തണുപ്പ് പരിപാടി കഴിയുന്നത് വരെയും ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇതാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടൊക്കെ കൂടിയാണ് ഈ വടവന്നൂരും കൊല്ലങ്കോടും ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രാമങ്ങളിലൊന്നായി, പ്രദേശങ്ങളിലൊന്നായി തിരഞ്ഞെടുക്കപ്പെട്ടതും. കൊല്ലങ്കോടിൻ്റെ ഈ ഭംഗി, കൊല്ലങ്കോടിൻ്റെ ഈ ആംബിയൻസ്, അതുപോലെ തന്നെ ഈ സിദ്ധാർത്ഥ റിസോർട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയ, അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് ഒരുക്കിയ ഈ മനോഹരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ MRIയുടെ സമ്മാന പരിപാടിയുടെ കുടുംബ സംഗമത്തിൻ്റെ ആദ്യത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. ഇത് കണ്ണമ്പ്ര വാർത്തകൾ എന്ന് പറയുന്ന എൻ്റെ ഒരു ചാനലിൽ നിലവിൽ തത്സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിൽ ചാനലുകളുള്ള ആളുകൾക്ക് നോക്കി അറിയാൻ പറ്റും. നിങ്ങളൊക്കെ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് മൊബൈൽ കച്ചവടക്കാരായ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അറിഞ്ഞും കേട്ടും കണ്ടും അതിൻ്റെ ഭാഗമായി നടക്കുന്ന കച്ചവടക്കാരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയുള്ള, കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മാന പെരുമഴ എന്ന ഓണത്തിന് നടത്തിയ പദ്ധതിയുടെ നറുക്കെടുപ്പിന് വേണ്ടിയാണ്. ഈ നറുക്കെടുപ്പിൽ നിങ്ങൾ കുടുംബാംഗങ്ങളും നറുക്കെടുത്ത് ഈ കൂപ്പൺ എടുത്ത ആളുകളായിരിക്കും. നിങ്ങൾക്കൊക്കെയുള്ള സമ്മാനങ്ങൾ, ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കുമുള്ള സമ്മാനങ്ങൾ MRI ഒരുക്കിയിട്ടുണ്ട്. ചിലർക്ക് മൊമെൻറ്റോ ആയിരിക്കും, ചിലപ്പോൾ ഒരുപക്ഷെ ഗ്ലാസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വലിയ TV ആയിരിക്കാം, ഫ്രിഡ്ജായിരിക്കാം, വാഷിംഗ് മെഷീൻ ആയിരിക്കാം. എന്താണെങ്കിലും ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും സമ്മാനം കൊടുത്തിട്ട് ഇന്ന് ഇവിടുന്ന് പറഞ്ഞയക്കൂ എന്നാണ് MRIയുടെ ഭാരവാഹികൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി കഴിയുന്നതിൻ്റെ അവസാനം വരെ എല്ലാവരും ഇവിടെ തുടരണം. എല്ലാവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൂപ്പൺ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന് ശേഷം നടക്കുന്ന കലാവിരുന്നുകളുണ്ട്. ആ പരിപാടികൾ നിങ്ങൾ കാണണം, കേൾക്കണം, ആസ്വദിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം
ഈ കച്ചവടക്കാരുടെ നിത്യനിദാന ചിലവുകളൊക്കെ കണ്ടു കേട്ട് പോകുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. ഇതിനിടയ്ക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുന്ന ഈ സമ്മാന പെരുമഴ പോലുള്ള പദ്ധതികൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കണം എന്നുകൂടി പറയുകയാണ്. ഈ വേദിയെ ധന്യമാക്കിയ, നമ്മളോടൊപ്പം ഇത്ര നേരം ചെലവഴിച്ച നമ്മുടെയൊക്കെ ബാക്ക് ബോൺ എന്ന് പറയുന്ന നട്ടിലായ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒപ്പം ഇവിടെ വന്ന മുഴുവൻ കുടുംബാംഗങ്ങൾക്കും MRAയുടെ മറ്റു പ്രതിനിധികൾക്കും എല്ലാവർക്കും ഒരൊറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ അടുത്ത സമ്മാന പരിപാടി കൂപ്പണിലെ നറുക്കെടുപ്പിൻ്റെ ബാക്കിയുള്ള നറുക്കെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. തുടരുക. ഇത് ഇനിയും തുടരും. MRAയുടെ ഈ സമ്മാന പരിപാടിയോടൊന്നിച്ചുള്ള പരിപാടി രാത്രി രാവോളം വൈകുവോളം തുടരുമെന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത്. മുഴുവൻ കാണാൻ നിങ്ങളെല്ലാവരെയും ഹാർദമായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആദ്യത്തെ 5 സമ്മാനങ്ങൾ നമ്മളെ പ്രിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുത്തു കഴിഞ്ഞു. നമുക്കിത് 6ാം സമ്മാനം 12 സമ്മാനങ്ങൾ വെച്ചാണ്. ഓരോ സെക്ഷനിലും 4 സമ്മാനങ്ങൾ വെച്ച് എടുക്കുക. അപ്പോൾ അതിന് നമ്മുടെ യൂണിറ്റിൻ്റെ ഇൻചാർജുള്ള പ്രസിഡന്റുമാർ, സെക്രട്ടറി എല്ലാവരും തയ്യാറായി നിൽക്കേണ്ടതാണ്. ആറാം സമ്മാനമായി ഇൻഡക്ഷൻ സ്റ്റവ് 3 നമുക്ക് എടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇവിടുന്ന് നമ്മുടെ വേദിയിൽ നിന്ന് ആളുകൾ വരണം എന്നാണ്. നമ്മുടെ കുടുംബാംഗങ്ങൾക്കുള്ളൊരു അവസരമാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വരികയാണെങ്കിൽ നമുക്ക് സമ്മാനം എടുത്തിട്ട് തുടങ്ങാം. നമ്മുടെ കുട്ടിപ്പട്ടാളം വരട്ടെ. ആദ്യം വരട്ടെ. വരൂ. ബാ. ഇതൊന്ന് ഒരെണ്ണം എടുക്കുക കേട്ടോ. ഒരെണ്ണം എടുത്തിട്ട് ഇറങ്ങോ. ഏറ്റവും അടിയിൽ നിർത്തോ. ചിറ്റൂർ സെക്ഷനിലെ സമ്മാനമാണ് എടുക്കുന്നത്. വേത കൃഷ്ണ സമ്മാനം എടുത്തിരിക്കുന്നത് കൂപ്പൺ നമ്പർ 19388. കിട്ടിയിരിക്കുന്ന ഷോപ്പ് രാജാറാണി, എലപ്പുള്ളി പാറയിലുള്ള കസ്റ്റമർക്കാണ്. ശാലിനി എന്നുള്ള ഒരു കസ്റ്റമർക്കാണ് ചിറ്റൂർ സെക്ഷനിലെ. അടുത്ത കൊല്ലങ്കോട് സെക്ഷനിലെ സമ്മാനം വേദകൃഷ്ണ എടുക്കുകയാണ്. കൊല്ലങ്കോട് സെക്ഷനിലെ കൂപ്പണാണ് എടുക്കുന്നത്. കൂപ്പൺ നമ്പർ 6292 ജസീന നെന്മാറ 9747268280. സെൽ സൊല്യൂഷൻ നെന്മാറയ്ക്ക് ഉള്ള കസ്റ്റമർക്കാണ് 6ാം സമ്മാനമായിട്ടുള്ള ഇൻഡക്ഷൻ സ്റ്റവ് അടിച്ചിരിക്കുന്നത്. അടുത്തത് ആലത്തൂർ സെക്ഷനിലെ സമ്മാനമാണ് എടുക്കുന്നത് വേദകൃഷ്ണ. കൂപ്പൺ നമ്പർ 20139 മൊബിഫിക്സ് ആലത്തൂർ എന്നുള്ള കസ്റ്റമർക്കാണ്. അക്ബർ 7034548741 ആലത്തൂർ സെക്ഷനിൽ. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിൽ 2 സമ്മാനം കൊടുക്കുക കേട്ടോ. സയാനാണ് അടുത്ത സമ്മാനം എടുക്കുന്നത്. സയാനാണ് സമ്മാനം എടുത്തത്. ഒരെണ്ണം കൂടി എടുത്തോ. സജിത് തെക്കേച്ചല്ല നന്ദിയോട് 9605660562. കൂപ്പൺ നമ്പർ 11863. കൂപ്പണിന്റെ ഷോപ്പിന്റെ പേര് SF മൊബൈൽ നന്ദിയോട്. ചിറ്റൂർ സെക്ഷനിൽ തന്നെ സെൽ ഫോർ യുടെ കൊടുവായൂർ അശ്വതി കൊടുവായൂർ 894343 8943431546. കൂപ്പൺ നമ്പർ 16846 സെൽ ഫോർ യു ചിറ്റൂർ സെക്ഷനിലാണ്. കൂപ്പൺ നമ്പർ 15783
വേദാകൃഷ്ണ ചിറ്റൂർ, കൃഷ്ണ മൊബൈൽ ചിറ്റൂർ, SS ബ്രദേഴ്സ് വടവന്നൂരത്തെ ലീല എന്നുള്ള കസ്റ്റമർക്കാണ് 82810. ലീല എന്നുള്ള കസ്റ്റമർക്ക് 16303. കൂപ്പൺ നമ്പർ 16303. കൊല്ലങ്കോട് സെക്ഷനിലെ ഫീച്ചർ ഫോണ് 12 സ്മാർട്ട് വാച്ച് 12 സമ്മാനം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിഷാദ്, കൂപ്പൺ നമ്പർ 3876, ഫോൺ നമ്പർ 8891213238. കൊല്ലങ്കോട് സെക്ഷനിലെ അടുത്ത് KK മൊബൈൽസ് കരിങ്കലത്തുള്ള കസ്റ്റമർക്കാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. കൂപ്പൺ നമ്പർ 5962. രണ്ട് കൂപ്പണാണ്. ഏറ്റവും അടിയിൽ നിർത്തോ, കടി പോട്ടെ, അടിയിൽ നിർത്തോ. കൂപ്പൺ നമ്പർ 3286, പ്ലേ സ്റ്റോർ മൊബൈൽ കാമ്പർച്ചള്ള. നിഹാൽ എന്നുള്ള കസ്റ്റമറുടെ പേര്, പോത്തമ്പാടം, 9947173634. 3286 എന്ന കൂപ്പണിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. അടുത്തെടുക്കുന്നത് കൂപ്പൺ നമ്പർ 2033, യുണിക് മൊബൈൽ കൊല്ലങ്കോട്, ദൈവാനി എന്നുള്ള കസ്റ്റമർക്കാണ്, താടനാറ, 8891599029. കൂപ്പൺ നമ്പർ 2033. അടുത്ത ആലത്തൂർ സെക്ഷനിലെ 4 കൂപ്പണാണ് എടുക്കുന്നത്. ഐഡിയ ഡിസ്ട്രിബ്യൂട്ടർ കണ്ണമ്പ്ര, നവനീത് ഏജൻസി കുഴൽമന്നം, നവനീത് ഏജൻസി കുഴൽമന്നം, ഐഡിയ ഡിസ്ട്രിബ്യൂട്ടർ 32736. കൂപ്പൺ നമ്പർ നമ്മുടെ പാർക്കിംഗ് ലീറ്ററുള്ള KL70C 3433. ആ വണ്ടി ഒന്ന് ഒതുക്കി കൊടുക്കണം, മറ്റു വാഹനങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നു. KL70C 3433. ആലത്തൂർ സെക്ഷനിലെ സമ്മാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 32588. കൂപ്പൺ നമ്പർ ആഷിക്ക്, ആലത്തൂർ 9562258728. ആലത്തൂർ സെക്ഷനിൽ നിന്ന് 2 കൂടി എടുക്കണം. റീൻഷാദാണ് കൂപ്പൺ എടുക്കുന്നത്. അനസ്മ മൊബൈൽസ് കുഴൽമന്നം, കൂപ്പൺ നമ്പർ 26946. വിജുൽ മാത്തൂർ 9446131786. ഒന്നുകൂടെ എടുക്കൂ, ഒരു കൂപ്പൺ കൂടെ. സ്മാർട്ട് വാച്ചിന്റെ ലാസ്റ്റ് സമ്മാനം അടുത്ത ഫീച്ചർ ഫോണിന്റെ 12 സമ്മാനങ്ങളാണ് എടുക്കുന്നത്. കൂപ്പൺ നമ്പർ 2993, തണ്ടലോട് മാത്തൂർ ടെമ്പിൾ, 9846879508. അതാണ് കൂപ്പൺ നമ്പർ ആലത്തൂർ സെക്ഷനിൽ. അടുത്തത് നമ്മുടെ അടുത്ത സമ്മാനമായ ഫീച്ചർ ഫോണിന്റെ സമ്മാനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫീച്ചർ ഫോണിന്റെ സമ്മാനം ആ ചിറ്റൂർ സെക്ഷനിലെ മൊത്തം 4 സമ്മാനം, 2 കൂപ്പൺ എടുക്കുക. ആരവ് കൂപ്പൺ നമ്പർ 10452 രമേഷ്, കന്നിമാര്, പ്രണവം
ഇൻഡസ്ട്രീസ് കൊഴിഞ്ഞാമ്പാറ, ചിറ്റൂർ സെക്ഷൻ. ചിറ്റൂർ സെക്ഷനിലെ അടുത്തത് 16716 അരുൺ കൊടുവായൂർ BAK മൊബൈൽസ് എന്നുള്ള കസ്റ്റമർക്കാണ് ഫീച്ചർ ഫോൺ സമ്മാനമായി കിട്ടിയിരിക്കുന്നത്. അടുത്ത 2 കൂപ്പൺ എടുക്കാനായിട്ട് ഫിയ ഫാത്തിമയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ സഹദ് ഇവിടെ എത്തിയെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓഷൻ മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് പൊള്ളാച്ചി റോഡ് കൊഴിഞ്ഞാമ്പാറ പ്രിൻസി എന്നുള്ള കസ്റ്റമർക്കാണ് കൊഴിഞ്ഞാമ്പാറയത്. 9495095737 19916. ഫീച്ചർ ഫോൺ മൊത്തം 4. മാരി 2 ഫാളയമംഗലം SF മൊബൈൽ 9947776665 13851 എന്നുള്ള കൂപ്പണാണ് SF മൊബൈലിന് കൊടുത്തുള്ള കസ്റ്റമർക്കാണ് അഭിനന്ദനങ്ങൾ. അടുത്ത നമ്മുടെ കൂപ്പണൊക്കെ നിഹാദാണ്. കൊല്ലങ്കോട് സെക്ഷനിലെ കൂപ്പണാണ് എടുക്കുന്നത്. KM മൊബൈൽ ടെക്കിനാണ് അടുത്ത സമ്മാനം കിട്ടിയിരിക്കുന്നത്. കൂപ്പൺ നമ്പർ 8804 മനോജ് PM കൊടുവാൾപ്പാറ 8300043258 എന്നുള്ള നമ്പറിനാണ്. അടുത്ത കൂപ്പൺ 8304 എന്നുള്ള നമ്പറാണ്. കൃഷ്ണകുമാർ മേദാർകോട് മാളൂട്ടി മൊബൈൽസിനാണ് ഫീച്ചർ ഫോൺ അടുത്ത സമ്മാനം അടിച്ചിരിക്കുന്നത്. അടുത്ത ഫീച്ചർ ഫോണിന്റെ സമ്മാനം എടുക്കുന്നത് നിഹ. കൂപ്പൺ നമ്പർ 34247 ഷെഫീഖ് എന്നുള്ള കസ്റ്റമർക്കാണ്. 7736721303 എന്നുള്ള മൊബൈൽ നമ്പറാണ് അദ്ദേഹത്തിന്റെ. അനല എന്നുള്ള കസ്റ്റമർക്കാണ് കൂപ്പൺ നമ്പർ 347 9946330942. അടുത്തത് നമ്മൾ ആലത്തൂർ സെക്ഷനിൽ 4 എടുക്കുന്നത്. ആലത്തൂർ സെക്ഷനിലെ ഗൗഡി മൊബൈൽസിനാണ് അടുത്ത സമ്മാനം അടിച്ചിരിക്കുന്നത്. ഗൗഡി മൊബൈൽസ് വടക്കഞ്ചേരി കൂപ്പൺ നമ്പർ 247111 കിരൺ വടക്കഞ്ചേരി 9961469123 എന്നാണ് അദ്ദേഹം നമ്പർ. ആലത്തൂർ സെക്ഷനിലെ അടുത്ത കൂപ്പൺ ഫീച്ചർ ഫോണിന്റെ 2ാം സമ്മാനം പ്രകാശ് MP കുഴൽമന്നത്തുള്ള ഷോപ്പാണ്. കുത്തന്നൂർ 9744847772 കൂപ്പൺ നമ്പർ 28113. അഫ്തിഫ് ഇസ്മായിലാണ് അടുത്ത 2 കൂപ്പൺ എടുക്കുക. എടുത്തെടുത്തു. ആലത്തൂർ സെക്ഷനില് സുധീഷ് എരുമിയൂർ 33013 ഫവ മൊബൈൽ ഫാസ് മൊബൈൽ ഫയാസ് മൊബൈൽ. മുതലാളി അടുത്ത് നിൽക്കണോ? അടുത്ത കൂപ്പൺ ഫവ മൊബൈൽ കൃത്യമായി 32830 ആദിത്യൻ വിളയന്നൂർ 9567675681 എന്നുള്ള കൂപ്പണാണ്. അടുത്ത കെറ്റിലിന്റെ സമ്മാനമാണ് എടുക്കുന്നത്. രാജാറാണി മൊബൈൽസാണ് സമ്മാനം അടിച്ചിരിക്കുന്നത്. കൂപ്പൺ നമ്പർ 19241 ഐശ്വര്യ കൊഴിഞ്ഞാമ്പാറ 9633580277
ചിറ്റൂർ. അടുത്തത് കൂപ്പൺ നമ്പർ 18944, മധു കൊടുവായൂർ 9747386860, സ്മൈലി മൊബൈൽസ് കൊടുവായൂർ. അദ്ദേഹം കുടുംബം എത്തിച്ചേർന്നുണ്ട്. സ്മൈലി മൊബൈൽസ് ഉള്ള കസ്റ്റമർക്കാണ് സമ്മാനം അടിച്ചിരിക്കുന്നത്. അടുത്തത് ചിറ്റൂർ നിന്ന് മൂന്നാമത്തെ സമ്മാനം രജിത CK 19536 എന്നുള്ളതാണ്. 7592071980, കൃഷ്ണ മൊബൈൽ ചിറ്റൂർ. ചിറ്റൂർ സെക്ഷനിലെ കൂപ്പൺ. അടുത്ത പ്രജി എന്നുള്ള കസ്റ്റമർക്കാണ് കൂപ്പൺ നമ്പർ 10826, തത്തമംഗലം 7994051187. 217 എന്നുള്ള ബുക്കിലുള്ള ആ സമ്മാനം അടിച്ചിരിക്കുന്നത് 10826. കൊല്ലങ്കോട് സെക്ഷനിലെ കൂപ്പണാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. തണൽ മൊബൈൽസ് കൊല്ലങ്കോടിനാണ് കെറ്റിലെ സമ്മാനം എടുത്തുകൊണ്ടിരിക്കുന്നത്. കൂപ്പൺ നമ്പർ 31380, അജീഷ് 7902665243. കൃഷ്ണ അടിപ്പരണ്ട 97477325266969. കൂപ്പൺ നമ്പർ 6969, കൃഷ്ണ അടിപ്പരണ്ട 9747732526 എന്നുള്ള കസ്റ്റമറാണ്. അടുത്ത കൊല്ലങ്കോട് സെക്ഷനിൽ തന്നെ കെറ്റിലിൻ്റെ ആണ് നടന്നുകൊണ്ട്. ജിനി ചേരാമംഗലം 8157022543, കൂപ്പൺ നമ്പർ 821, ഷാ മൊബൈൽസ് നെന്മാറ. അടുത്ത് തണൽ മൊബൈൽസ് എന്നാണ് അടുത്ത സമ്മാനം വിളിക്കുന്നത്. കൂപ്പൺ നമ്പർ 35027, കെറ്റിലാണ് സമ്മാനം. രാജു ആണെന്ന് കസ്റ്റമറുടെ പേര്. മൊബൈൽ നമ്പർ 7510321349. ആലത്തൂർ സെക്ഷനിലെ കെറ്റിൽ 4 എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫയാസ് മൊബൈൽസ് എന്നുള്ള കസ്റ്റമർക്കാണ് 33055, ചന്ദന എരുമിയൂർ 8330852284 എന്നുള്ള കൂപ്പണാണ്. അടുത്ത ആദ്യത്തെ സെക്ഷനിൽ അടുത്ത കൂപ്പണാണ് റിസ്വാൻ 29946 7012739892. ഒന്ന് ഫാസ്റ്റ് ആക്കണം നമുക്ക്. ആൽത്തൂർ സെക്ഷനിലെ 27925, TJ മൊബൈൽസ് കയറംകുളം സുബൈദ എന്നുള്ള കസ്റ്റമർ 9207424624626. അടുത്ത സമ്മാനം സെൽഫോർട്ട് ആലത്തൂർ 22455, അബ്ദുൾ മുത്തലിബ് പി ആലത്തൂർ 9744693024 എന്നുള്ള നമ്പറിനാണ്. അടുത്ത കുക്കർ 12 എണ്ണമാണ്, 4 വീതം 4 സമ്മാനങ്ങൾ വെച്ച് വേഗം കൊടുക്കുക. ഹലോ മൊബൈൽസ് വേലന്താവളം 13643, ബീന 73060 79960. അടുത്ത കൂപ്പൺ ആ കൂപ്പൺ അടി പെണ്ണു.
മദീന മൊബൈൽ പിട്ടുപിടിക കൊടുവായൂർ 18591. അജ്മൽ റഹ്മാൻ പിട്ടുപിടിക 9037174220 എന്നുള്ള നമ്പറിനാണ് ചിറ്റൂർ സെക്ഷനിൽ. കുക്കറിനെയാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ചിറ്റൂർ സെക്ഷനിലെ. മഹി 7592004520 4250 10305. കൂപ്പൺ നമ്പർ 10305. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള സ്പെൻസറിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള സഹദാണ് അടുത്ത സമ്മാനങ്ങൾ. കൊല്ലങ്കോട് സെക്ഷനിലെയും ആലത്തൂർ സെക്ഷനിലെയും 4 സമ്മാനങ്ങൾ. ഏറ്റവും അവസരത്തെ സമ്മാനം സജിത പെരുവെമ്പ് 98092556917663 ചമ്പു മൊബൈൽസ് പൂനാരം. 4 കൂപ്പണുകളാണ് എടുക്കേണ്ടത്. സുകന്യ കൊല്ലങ്കോട് 8958. സുകന്യ കൊല്ലങ്കോട് 9526584257. അതിൽ 4 എടുത്തോളൂ. ആലത്തൂർ സെക്ഷൻ കൊല്ലങ്കോട് സെക്ഷനിൽ തന്നെ 8265. സമീറ കൊടിക്കരിമ്പ് 9544199486. ഷോപ്പിൻ്റെ നെയിം KM മൊബൈൽസ്. അടുത്തത് 1986 സബീന കാമ്പർച്ചള്ള 9946155731. അടുത്തത് മോഹനൻ കൊല്ലങ്കോട് 9947361826. കൂപ്പൺ നമ്പർ 9701. ആലത്തൂർ സെക്ഷനിൽ അടുത്ത 4 30178. ശ്രീധർ കാമ്പർച്ചള്ള 9562333005. അടുത്ത കൂപ്പൺ 25185. മോട്ടി സെറ്റു വാണിയമ്പാറ 7561859197. അടുത്ത കൂപ്പൺ 21764. പ്രവീണ കൂപ്പൺ നമ്പർ 8848199817. സറ മൊബൈൽസ് കസ്റ്റമറാണ് വെച്ചിരിക്കുന്നത്. അടുത്ത് 25193 ബിമൽ വാണിയമ്പാറ 7306869729. അടുത്ത 3 സമ്മാനങ്ങൾ നമുക്ക് എടുക്കാണ്ട്. ഹോട്ട് ബോക്സ്, പാന്, ജ്യൂസ് മേക്കർ. അതിൽ ഹോട്ട് ബോക്സിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചിറ്റൂർ സെക്ഷനിലെ ഹോട്ട് ബോക്സിൽ നിന്നാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കൂപ്പൺ നമ്പർ 14748. മോഹൻദാസ് KV നല്ലേപ്പള്ളി 9388905558. SF മൊബൈൽ അദ്ദേഹത്തെ കസ്റ്റമറാണ് അടിച്ചിരിക്കുന്നത്. അടുത്ത കൃഷ്ണ മൊബൈൽ ചിറ്റൂരിനാണ് അടുത്ത സമ്മാനം. 13982 ഷിജു എന്ന കസ്റ്റമർക്കാണ്. പുളിങ്കൂടം 9947317764 എന്നുള്ള നമ്പറാണ് ചിറ്റൂർ സെക്ഷൻ്റെ. ചിറ്റൂർ സെക്ഷനിലെ കൂപ്പണാണ് ഇപ്പോൾ തന്നത്. അടുത്ത് 13086 കൂപ്പൺ നമ്പർ രാജാറാണി മൊബൈൽസ് കൊഴിഞ്ഞാമ്പാറ. കൂപ്പൺ നമ്പർ 13086. കൊല്ലങ്കോട് ചിറ്റൂർ സെക്ഷനിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 13086 രാജാറാണി മൊബൈൽസിൽ നിന്ന് രണ്ടാമത്തെ സമ്മാനവും. അജയ് K അത്തിക്കോട് കൂപ്പൺ നമ്പർ 13086. മൊബൈൽ നമ്പർ 7356454537. കൊല്ലങ്കോട് സെക്ഷനിലെ 4 കൂപ്പണാണ്. ഹോട്ട് ബോക്സിൻ്റെ 4 കൂപ്പണുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കൂപ്പൺ നമ്പർ 8864 അൻവിക വട്ടോമ്പാടം 9645916282.
കൊല്ലങ്കോട് സെക്ഷനിലെ 4 എണ്ണം. നന്നായി ഇളക്കിയിടുക. 4 കൂപ്പൺസ്. സെയിൻ മൊബൈൽ മൊടപ്പല്ലൂർ. അഷ്റഫ് 70486070592827 കൂപ്പൺ നമ്പർ. കൂപ്പൺ നമ്പർ 1559. അശ്വിൻ വി പേഴും പാറ 9074602836. അടുത്ത് 35468 തണൽ മൊബൈൽസ്. കസ്റ്റമറുടെ പേര് ഉഷ 8086726381. അടുത്ത കൂപ്പൺ ഹലോ മൊബൈൽസ് പെരിങ്ങോട്ടുകാവ് 5719 സതീഷ് കുമാർ 9961641010 മണപ്പാടം. അടുത്ത ആൽത്തൂർ സെക്ഷനിലെ 4 കൂപ്പൺ ശബരിയേട്ടൻ നിന്ന് വന്നെടുക്കുക. ആൽത്തൂർ സെക്ഷനിലെ ഒരു 4 എണ്ണം കൂടി. നാലെണ്ണം. കൂപ്പൺ നമ്പർ 35373 മോഹനൻ കോട്ടയകുളം 9961680098. ഷോപ്പിന്റെ പേരില്ല. പെർഫെക്റ്റ് മൊബൈൽ കൊത്തനൂർ സൗമ്യ കൊത്തനൂർ 9846053381. കൂപ്പൺ നമ്പർ 26345. അടുത്ത കൂപ്പൺ നമ്പർ 24424 സന്തോഷ് 9656475188. ഷോപ്പിന്റെ പേര് എംസോൺ മൊബൈൽ. അടുത്ത കൂപ്പൺ നമ്പർ 22529 മാണിക്കൻ 9562233005. A to Z മൊബൈൽ വടക്കഞ്ചേരി. അടുത്ത് നമ്മുടെ സമ്മാനങ്ങളുടെ ഏറ്റവും അവസാനമായിട്ടുള്ള 12 പേർക്കുള്ള സ്മാർട്ട് വാച്ചാണ് ഏറ്റവും അവസാനത്തെ. അതെടുക്കാനായിട്ട് നമ്മുടെ ജെയ്സൺ ചേട്ടൻ വാണിയം പറയുന്നത് അത്യാവശ്യം ക്ഷണിക്കുകയാണ്. ജെയ്സൺ വരൂ. ചിറ്റൂർ സെക്ഷനിൽ ഒരു 4 എണ്ണം എടുക്കുക. കൂപ്പൺ നമ്പർ 14976 സുധീഷ് പട്ടഞ്ചേരി 9633603948. ചിറ്റൂർ സെക്ഷനിലെ അടുത്ത കൂപ്പൺ നമ്പർ 12302 ശ്രീജിത്ത് ചിറ്റൂർ 9847616818. ഷോപ്പിന്റെ പേരില്ല. അടുത്ത കൂപ്പൺ നമ്പർ 1113 അജിത വണ്ടിത്താവളം 9656669540. അടുത്ത കൂപ്പൺ നമ്പർ 10194 വേദമണി നമ്പിക്കോട് 75920042. അടുത്ത് സ്മാർട്ട് വാച്ചിന്റെ ഏറ്റവും അവസാന സെക്ഷൻ ആയിട്ടുള്ള കൊല്ലങ്കോടിന്റെ സെക്ഷൻ എടുക്കാനായിട്ട് നമ്മുടെ ഐറ്റൽ ഡിസ്ട്രിബ്യൂട്ടറിന്റെ പാർട്ട്ണറായിട്ടുള്ള ഷമീരിനെ ക്ഷണിച്ചോളൂ. ഇത് 4 എണ്ണം. നല്ല നമ്പറെ പാത്തെടുക്കുക.
കൂപ്പൺ നമ്പർ 296 മാണിക്യൻ തെങ്ങുംപാടം 8156916298. അടുത്ത കൂപ്പൺ നമ്പർ 8915 പ്രജുൽ വല്ലങ്ങി 9400644684. അടുത്ത കൂപ്പൺ 9271 ഹന പുതുനഗരം 9645483838. ഐ കെയർ സ്മാർട്ട് ഫോൺ ചിറ്റൂർ. അടുത്തത് 6515 എന്നുള്ള കൂപ്പണാണ്. അജ്മൽ 7994494194. നമ്മുടെ സമ്മാന പെരുമയുടെ അവസാനത്തെ കൂപ്പൺ ആലത്തൂർ സെക്ഷനിലെ കൂപ്പണും കൂടെ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമ്മാന പെരുമയുടെ നറുക്കെടുപ്പുകളിലൂടെ അവസാനിക്കുകയാണ്. നാല് കൂപ്പണുകളാണ് എടുക്കേണ്ടത്. ആലത്തൂർ സെക്ഷനിലെ 4 കൂപ്പണുകളാണ് എടുക്കുന്നത്. കൂപ്പൺ നമ്പർ 24806 ഗൗഡി മൊബൈൽ അനുഗ്രഹ ഭവൻ 7559857732. അടുത്ത 24759 ഗൗഡി മൊബൈൽസ് വടക്കഞ്ചേരി ബാസിൽ നിന്നുള്ള കസ്റ്റമർക്കാണ് 8921549903. അടുത്ത കസ്റ്റമറിൻ്റെ പേര് CA മൊബൈൽസ് കോട്ടായി എന്നുള്ള ഷോപ്പിലേക്കാണ് കസ്റ്റമർ. കൂപ്പൺ നമ്പർ 280009 അഭിജിത്ത് 9562258273. ഏറ്റവും അവസാനത്തെ കൂപ്പണാണ്. ഇതോടുകൂടി നമ്മുടെ കൂപ്പൺ സെക്ഷൻ അവസാനിക്കുകയാണ്. കൂപ്പൺ നമ്പർ 28140 കസ്റ്റമറിൻ്റെ പേര് ആരവ് ഗുരുവായൂർ 9847129391. ഷോപ്പിൻ്റെ ഹാബ് മൊബൈൽസ് ടെലികെയർ കുഴൽമന്നം. സമ്മാന പെരുമഴയുടെ അവസാനം എത്തിക്കഴിഞ്ഞു. സമ്മാന പെരുമഴയുടെ ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു സെക്ഷൻ നമുക്ക് ഒരു അരമണിക്കൂറിൽ തന്നെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഇതുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതിനായിട്ട്, ഈ സെക്ഷന് നന്ദി പറയുന്നതിനായിട്ട് രാജേഷേട്ടനെ ക്ഷണിച്ചോളുന്നു. സമ്മാന പെരുമഴയിൽ പങ്കെടുത്ത MRA അംഗങ്ങൾക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സ്ക്കും പാലക്കാട് ഹോൾസെയിൽ ടീമിനും കുടുംബാംഗങ്ങൾക്കും എൻ്റെ പേരിലും MRAയുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആരും പോവരുത്, എല്ലാവരും അടുത്ത സെക്ഷനായ മെഗാ ഷോ അത് കഴിഞ്ഞാൽ ഫുഡ് എല്ലാവരും കഴിഞ്ഞിട്ടേ എല്ലാവരും പോവാവൂ.